ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ചില ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിലെ ചില ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഫിനാൻസ് എന്ന ചോദ്യത്തിലാണ് ആരംഭിക്കുന്നത്. ഫിനാൻസ് ഇസ് ദ മാനേജ്മെന്റ് ഓഫ് മണി ആൻഡ് അതർ ഫിനാൻഷ്യൽ റിസോഴ്സസ്. പണത്തിന്റെയും മറ്റ് ധനവിഭവങ്ങളുടെയും മാനേജ്മെന്റ് അഥവാ കൈകാര്യം ചെയ്യലാണ് ഫിനാൻസ് എന്ന് സിമ്പിളായിട്ട് പറയാം. അതിൽ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ഉണ്ട്, റിസ്ക് മാനേജ്മെന്റ് ഉണ്ട്, ഫണ്ടിങ് ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. ഫിനാൻസ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ബോത്ത് പേഴ്സണൽ ആൻഡ് ബിസിനസ് കോണ്ടെക്സ്റ്റ്. പേഴ്സണൽ ലൈഫിലും ബിസിനസ്സിലും ഒക്കെ ഈ ഫിനാൻസ് അഥവാ ധനകാര്യത്തിന് വലിയ പ്രസക്തി ഉണ്ട് എന്നർത്ഥം. കാരണം ബിസിനസിന്റെ ലൈഫ് ബ്ലഡ് ആണ് ഫിനാൻസ് എന്നാണ് പറയപ്പെടുന്നത്. ഇഫക്റ്റീവ് ഫിനാൻസ് മാനേജ്മെന്റ് ഹെൽപ്സ് ടു അച്ചീവ് ഫിനാൻഷ്യൽ ഗോൾസ്. ഫലപ്രദമായ ഫിനാൻസ് മാനേജ്മെന്റ് ബിസിനസ്സിന് ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആശയം. മറ്റൊരു ചോദ്യത്തിലേക്ക്, എന്താണ് ഫിനാൻസ് എന്ന് കഴിഞ്ഞു, ഇനി ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ ഫിനാൻസ് എന്താണെന്ന് മനസ്സിലായാൽ പിന്നെ ബിസിനസിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ ആശയങ്ങൾ പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ഇതാണ് ബിസിനസ് ഫിനാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബിസിനസ് ഫിനാൻസ് റെഫേഴ്സ് ടു ദി മാനേജ്മെന്റ് ഓഫ് മണി ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ് വിത്തിൻ ദ ബിസിനസ്. അതായത് ഇറ്റ് ഇൻവോൾവ്സ് പ്ലാനിങ്, ഓർഗനൈസിങ് ആൻഡ് കൺട്രോളിങ്. ഇതാണല്ലോ പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ് ആണല്ലോ മാനേജ്മെന്റ് എന്നതിൽ പ്രധാനപ്പെട്ടുള്ളത്. അപ്പോൾ മാനേജ്മെന്റ് ഓഫ് മണി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ബിസിനസ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് മെന്റ് ബൈ business finance. Business finance aims to maximize shareholder value and ensure business sustainability. ഷെയർഹോൾഡർ വാല്യൂ പരമാവധിയാക്കാനും ഒപ്പം തന്നെ ബിസിനസിന്റെ ലോങ് ടേം ഗ്രോത്ത് ഉറപ്പുവരുത്തുവാനും രണ്ട് കാര്യങ്ങളും ഒരേ സമയം ബിസിനസ് ഫിനാൻസ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിസിഷൻസ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ്, ഫണ്ടിങ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ്. നൗ വി ഹാവ് എ തേർഡ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഡിഫൈൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. Financial management is the process of planning, organizing, directing and controlling financial activities of a business. It involves making decisions about investments, financing and managing risk. Financial management aims to achieve financial goals and maximize value. It is crucial for both businesses and individuals. Now, fourth question is, what is public finance? Public finance deals with the management of financial resources by governments. It involves revenue collection, that is tax collection, then budgeting and expenditure for public services. Public finance aims to allocate resources efficiently for public welfare. It impacts the economy and society through fiscal policies. ധനനയത്തിലൂടെ ഗവൺമെന്റ് അതിൻ്റെ ധനനയത്തിലൂടെ നികുതി പിരിവ്, ടാക്സേഷൻ, ബജറ്റിംഗ്, ധനവിനിയോഗം, അതായത് എക്സ്പെൻഡിച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഗവൺമെന്റ് അതിൻ്റെ കാര്യങ്ങൾ, ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയെ പൊതുവെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ് പബ്ലിക് ഫിനാൻസ്. ഒരിക്കലും അത് പ്രൈവറ്റ് ഫിനാൻസ് അല്ല, ഓർമ്മിക്കുക. പബ്ലിക് ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് അതിൻ്റെ ഫിനാൻഷ്യൽ റിസോഴ്സസിന്റെ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നതിനെയാണ് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് ഫിനാൻസും പബ്ലിക് ഫിനാൻസും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പബ്ലിക് ഫിനാൻസിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എഫിഷ്യൻ്റ് ആയിട്ട് പൊതുജനക്ഷേമത്തിന് പറ്റുന്ന രീതിയിൽ ഗവൺമെന്റിന്റെ കൈവശമുള്ള റിസോഴ്സസ്, അത് പണമാണെങ്കിലും കെട്ടിടമാണെങ്കിലും മറ്റു വിഭവങ്ങളാണെങ്കിലും വിനിയോഗിക്കുക എന്ന് തന്നെയാണ്. ഇറ്റ് ഇമ്പാക്ട്സ് ദ ഇക്കണോമി. ഗവൺമെന്റിന്റെ ഈ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഒന്നാകെ പ്രത്യാഘാതം ഉണ്ടാക്കുന്നു, സമൂഹത്തിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകുന്നു. അത് ധനനയം എന്ന ഫിസ്ക്കൽ പോളിസി എന്ന പേരിലാണ് സമൂഹത്തിൽ അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. ഇനി എന്താണ് പബ്ലിക് ഫിനാൻസ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ, അതായത് ഗവൺമെന്റ് അതിന്റെ ധനകാര്യ ആസ്തികളെ കൈകാര്യം ചെയ്യുന്ന വിധമാണെങ്കിൽ എന്താണ് സ്വകാര്യ ധനവിനിയോഗം, പ്രൈവറ്റ് ഫിനാൻസ് എന്നാണ് അടുത്ത ചോദ്യം. പ്രൈവറ്റ് ഫിനാൻസ് റെഫേഴ്സ് ടു ദ മാനേജ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ബൈ ഇൻഡിവിജ്വൽസ്. വ്യക്തികൾ അവരുടെ കൈവശമുള്ള പണമായാലും കെട്ടിടമായാലും സ്വത്തുവകകളായാലും ആസ്തികളായാലും ഒക്കെ കൈകാര്യം ചെയ്യുന്നതിന്റെ രീതിയാണ് സ്വകാര്യ വ്യക്തികൾ, സ്വകാര്യ കമ്പനികൾ, വീട്ടുകാർ, പ്രൈവറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾ, ഇവരെല്ലാം അവരുടെ കൈവശമുള്ള പണം, അവരുടെ കൈവശമുള്ള വിഭവങ്ങൾ, യന്ത്രസാമഗ്രികൾ, വാഹനങ്ങൾ, ഇതൊക്കെ ഏറ്റവും പ്രയോജനകരമായി എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിൻ്റെ കഥയാണ് പ്രൈവറ്റ് ഫിനാൻസ്. ഇറ്റ് ഇൻവോൾവ്സ് ഡിസിഷൻസ് ഓൺ സേവിങ്സ്. അവരുടെ സമ്പാദ്യങ്ങളുടെ എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള തീരുമാനം. ഇൻവെസ്റ്റ്മെന്റ്, അവരുടെ നിക്ഷേപങ്ങൾ എങ്ങനെ ഏറ്റവും ലാഭകരമായി, റിസ്ക് ഇല്ലാത്ത രീതിയിൽ, പ്രയോജനകരമായിട്ട്, എന്നാൽ സോൾവൻസി ലഭിക്കുന്ന രീതിയിൽ ഒക്കെ എങ്ങനെ വിനിയോഗിക്കണം. ബോറോവിങ്, കടമെടുപ്പ് എപ്രകാരം വേണം. ആൻഡ് മാനേജിങ് പേഴ്സണൽ ഓർ ബിസിനസ് ഫിനാൻസ്. പേഴ്സണൽ ഫിനാൻസിനെ ആയാലും ബിസിനസ് ഫിനാൻസിനെ ആയാലും മാനേജ് ചെയ്യണം, അതിനെ ശരിയാവണ്ണം കൈകാര്യം ചെയ്യണം. അതും പ്രൈവറ്റ് ഫിനാൻസ് എന്നതിനകത്ത് വരുന്നുണ്ട്. സോ
പ്രൈവറ്റ് ഫിനാൻസ് എയിംസ് ടു അച്ചീവ് പേഴ്സണൽ ഫിനാൻഷ്യൽ ഗോൾസ്. പ്രൈവറ്റ് ഫിനാൻസിന്റെ ലക്ഷ്യം എന്താ? വ്യക്തികളുടെ ജീവിതത്തിലെ ധനവിനിയോഗം സുഗമമാക്കുക, കാര്യക്ഷമമാക്കുക, അവരുടെ ജീവിതത്തിൽ പ്രോഗ്രസും വെൽഫെയറും പ്രോഫിറ്റും ഉണ്ടാക്കുക. കമ്പനികളുടെ കാര്യത്തിൽ ഇതുപോലെ തന്നെയാണ്, പ്രോഗ്രസും വെൽഫെയറും പ്രോഫിറ്റും ഉണ്ടാക്കുക. ഇത് ബിസിനസിന്റെ ഒബ്ജക്റ്റീവാണ് പ്രൈവറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഗ്രോത്തും ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ പ്രൈവറ്റ് ഫിനാൻസ് തീർച്ചയായിട്ടും നിർണായകമാണ്, ക്രൂഷ്യലാണ്. ഇനി മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ടൈം വാല്യൂ ഓഫ് മണി? പണത്തിന്റെ സമയമൂല്യത്തെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. പണം സമയമൂല്യമുള്ള ഒരു കാര്യമാണ്. എന്താണത്? ദ ടൈം വാല്യൂ ഓഫ് മണി ഈസ് ദ കോൺസെപ്റ്റ് ദാറ്റ് മണി അവൈലബിൾ നൗ ഈസ് വർത്ത് മോർ ദാൻ ദ സെയിം എമൗണ്ട് ഇൻ ദ ഫ്യൂച്ചർ. ഇന്ന് എൻ്റെ കൈവശമുള്ള 10,000 രൂപ 5 കൊല്ലം കഴിഞ്ഞ് കിട്ടുന്ന 10,000 രൂപയേക്കാൾ ഒരുപാട് മൂല്യമുള്ളതാണ് എന്ന തിരിച്ചറിവാണ് പണത്തിന്റെ സമയമൂല്യം ഞാൻ തിരിച്ചറിയുന്നു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ 10,000 രൂപ വാങ്ങിക്കുകയും 5 കൊല്ലം കഴിഞ്ഞ് അതേ 10,000 രൂപയെ തിരികെ തരാമെന്ന് പറയുകയും ചെയ്താൽ എനിക്ക് സമാനമായ മൂല്യമല്ല അയാൾ തിരികെ തരുന്നത്, അഥവാ വില കുറഞ്ഞ 10,000 രൂപയാണ് അയാൾ എനിക്ക് 5 കൊല്ലത്തിന് ശേഷം തരുന്നതെന്ന് അർത്ഥം. എനിക്ക് വലിയ നഷ്ടമുണ്ടാകുന്നു എന്നർത്ഥം. ദിസ് ഈസ് ഡ്യൂ ടു ഇറ്റ്സ് എ പൊട്ടൻഷ്യൽ ടു ഏൺ ഇൻട്രസ്റ്റ് ഓർ ഇൻട്രസ്റ്റ് ടു ബി ഇൻവെസ്റ്റഡ്. അതായത് ഇത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ലഭിക്കുമായിരുന്ന ആ ഇൻട്രസ്റ്റ് സാധ്യത അത് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനി ദി ടൈം വാല്യൂ ഓഫ് മണി ഈസ് ഫണ്ടമെന്റൽ ഇൻ ബിസിനസ് ഫിനാൻസ്. ബിസിനസ് ഫിനാൻസിൽ എപ്പോഴും പണത്തിന്റെ സമയമൂല്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അത് വളരെ അടിസ്ഥാന തത്വമാണ്, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളാണ് പണത്തിന്റെ സമയമൂല്യം ഫോർ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ ഇന്ന് നമുക്ക് കിട്ടുന്ന പണം, ഫ്യൂച്ചറിൽ കിട്ടുന്ന പണം, ഇവയൊക്കെ കമ്പയർ ചെയ്യാനായിട്ട്, എന്നിട്ട് 5 കൊല്ലത്തിന് ശേഷം കിട്ടുന്ന വരുമാനം കിട്ടുന്ന പ്രോജക്റ്റുകൾ ഉണ്ടാവാം, 6 കൊല്ലത്തിന് ശേഷം അതേ വരുമാനം കിട്ടുന്ന പ്രോജക്റ്റുകൾ ഉണ്ടാവാം. താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ മുൻപേ പണം കയ്യിൽ കിട്ടുന്നത് പ്രോജക്റ്റിനെയാണ് നമ്മൾ പച്ചക്കൊടി കാണിക്കുക, അതിനെയാണ് അംഗീകരിക്കുക. കാരണം 1 വർഷം വൈകി കിട്ടുന്ന അതേ പണത്തിന് മൂല്യം കുറവാണെന്ന് നമുക്കറിയാം. സോ ഇറ്റ് ഇൻഫ്ലുവൻസസ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മളുടെ നിക്ഷേപം, ഏത് പ്രോജക്റ്റിൽ പണം നിക്ഷേപിക്കണം എന്ന തീരുമാനത്തെ അത് സ്വാധീനിക്കുന്നുണ്ട്. ആൻഡ് ബൊറോവിങ് ഡിസിഷൻസ്, കടം വാങ്ങിക്കുന്ന തീരുമാനങ്ങളെ സംബന്ധിച്ചും ഇത് പ്രധാനമാണ്. ഇനി കോമ്പൗണ്ടിങ് എന്താണ് എന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഡിസ്കൗണ്ടിങ്ങും കോമ്പൗണ്ടിങ്ങും വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങളാണ്. പണത്തിന്റെ സമയമൂല്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. കോമ്പൗണ്ടിങ് ഇസ് ദ പ്രോസസ് ഓഫ് ഏണിംഗ് ഇൻട്രസ്റ്റ് ഓൺ ബോത്ത് ദ പ്രിൻസിപ്പൽ എമൗണ്ട് ആൻഡ് ദ അക്യുമുലേറ്റഡ് ഇൻട്രസ്റ്റ്. അതായത് നമ്മളുടെ കയ്യിൽ ഇന്നുള്ള മുതലിന് പലിശ ലഭിക്കുന്ന രീതിയാണ്. ഫ്യൂച്ചറിൽ അതിന്റെ വില കോമ്പൗണ്ട് ചെയ്ത് മാറും. ഇറ്റ് ലീഡ്സ് ടു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ഓവർ ടൈം. സമയം മാറുന്നതിനനുസരിച്ച് ഗുണാങ്ക രീതിയിലുള്ള ഒരു വളർച്ചയാണ് അതിനുണ്ടാവുക. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് ഉണ്ടാവുക. അതായത് കോമ്പൗണ്ടിങ് ഈസ് എ കീ കോൺസെപ്റ്റ് ഇൻ ഫിനാൻസ് ഫോർ ഗ്രോയിങ് വെൽത്ത് വളരുന്നതിന്റെ, സമ്പത്ത് വളരുന്നതിന്റെ ഒരു സുപ്രധാന കോൺസെപ്റ്റാണ്, ആശയമാണ് കോമ്പൗണ്ടിങ് എന്നത്. ഇറ്റ് ഹൈലൈറ്റ്സ് ദ ബെനിഫിറ്റ് ഓഫ് ലോങ് ടൈം ഇൻവെസ്റ്റിംഗ്. അതായത് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കോമ്പൗണ്ടിങ്ങിലൂടെ നമ്മുടെ ആസ്തികൾ വളരുന്നു എന്ന ആശയത്തിന് ഇത് പ്രാധാന്യം കൊടുക്കുന്നു. കോമ്പൗണ്ടിങ്ങിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഡിസ്കൗണ്ടിങ് എന്നത്. എന്താണ് ഡിസ്കൗണ്ടിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്? പ്രസന്റ് വാല്യൂവിലെ നിന്ന് ഫ്യൂച്ചറിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ഇന്നത്തെ പണം ഭാവിയിൽ 5 കൊല്ലം കഴിയുമ്പോൾ എത്രത്തോളം വളരുമെന്ന് ചിന്തിക്കാനാണ് കോമ്പൗണ്ടിങ് എന്ന ആശയം. എന്നാൽ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത് ഭാവിയിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു 10,000 രൂപ അത് ഇന്ന് കയ്യിൽ കിട്ടുകയാണെങ്കിൽ അത് അന്ന് കിട്ടുന്ന 10,000 രൂപയ്ക്ക് ഇന്നത്തെ പണത്തിന്റെ മൂല്യത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ എത്ര രൂപ വിലയുണ്ടാവും? ഒരിക്കലും അത് 10,000 രൂപയുടെ വില ഉണ്ടാവില്ല. അതിന് ചിലപ്പോൾ 6,000 രൂപയുടെയോ 7,000 രൂപയുടെ മതിപ്പ് വില മാത്രമേ ഭാവിയിൽ എനിക്ക് കിട്ടാൻ പോകുന്ന 10,000 രൂപയ്ക്ക് ഉണ്ടാവുള്ളൂ. അതിനെ അപ്പോൾ ഡിസ്കൗണ്ട് ചെയ്തെടുക്കണം. ഫ്യൂച്ചറിൽ കിട്ടുന്ന 10,000 രൂപയെ ഡിസ്കൗണ്ടിങ് റേറ്റ് വെച്ച് ഡിസ്കൗണ്ട് ചെയ്ത് ഇന്നത്തെ മൂല്യത്തിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കണം. അതേസമയം ഇന്നത്തെ മൂല്യത്തിലുള്ളതിനെ ഫ്യൂച്ചർ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഡിസ്കൗണ്ടിങ് റേറ്റ് അല്ല അപ്ലൈ ചെയ്യേണ്ടത്, കോമ്പൗണ്ടിങ് റേറ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതാണ് വ്യത്യാസം. സോ ഡിസ്കൗണ്ടിങ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ടു ഫൈൻഡ് ദി പ്രസന്റ് വാല്യൂ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ കണ്ടെത്താനുള്ള ഒരു ടെക്നിക്കാണ് ഡിസ്കൗണ്ടിങ് എന്ന് എഴുതുക. ഇറ്റ് ഇൻവോൾവ്സ്, അതിനകത്ത് അപ്ലൈയിങ് എ ഡിസ്കൗണ്ട് റേറ്റ് ടു ഫ്യൂച്ചർ അമൗണ്ട്സ്. ഫ്യൂച്ചർ അമൗണ്ട് മേൽ ഒരു ഡിസ്കൗണ്ട് റേറ്റ് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതിനൊരു സൂത്രവാക്യം അഥവാ ഫോർമുലയുണ്ട്. പ്രസന്റ് വാല്യൂ ഈക്വൽ ടു FV ഡിവൈഡഡ് ബൈ 1 + R ഓൾ റൈസ് ടു n. അതെങ്ങനെയാണ് ഓൾ റൈസ് ടു n? കാരണം n നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് നമുക്ക് മുന്നിൽ ഉള്ളതെങ്കിൽ, ഫ്യൂച്ചർ വാല്യൂ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നർത്ഥം. ഇനി ഡിസ്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ കമ്പയറിംഗ് ക്യാഷ് ഫ്ലോസ് അറ്റ് ഡിഫറെന്റ് ടൈംസ്. ഈ ഡിസ്കൗണ്ടിങ് എന്തിനാണ് നമ്മളെ സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ ക്യാഷ് ഫ്ലോസിനെ കമ്പയർ ചെയ്യാൻ നമുക്ക് സഹായിക്കുന്നു എന്നർത്ഥം. 5 കൊല്ലം കഴിയുമ്പോൾ കിട്ടുന്ന 10,000 രൂപയും 6 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന 10,000 രൂപയും വ്യത്യസ്ത പണമൂല്യങ്ങളാണ് എനിക്ക് സമ്മാനിക്കുന്നത്, വ്യത്യസ്ത ലാഭരൂപങ്ങളാണ് എനിക്ക് സമ്മാനിക്കുന്നത്, രണ്ടും ഒന്നല്ല എന്ന് തിരിച്ചറിയണം. അപ്പോൾ അവയെ താരതമ്യം ചെയ്യാനായിട്ട് എനിക്ക് ഇത് ഉപകരിക്കും എന്നർത്ഥം. ഇറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ. ഇത് ഇൻവെസ്റ്റ്മെന്റ്, ഒരു നമ്മുടെ മുന്നിലൂടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അത് എത്രമാത്രം ഗുണകരമാണ് അല്ലെങ്കിൽ അല്ല എന്ന് വിലയിരുത്തുന്നതിന്, അപ്രൈസൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ വിലയിരുത്തുകയാണല്ലോ. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രമാത്രം പ്രയോജനകരമാണ് എന്ന് വിലയിരുത്തുന്നതിന് ഒപ്പം നമ്മുടെ തീരുമാനങ്ങൾ, ഡിസിഷൻ മേക്കിങ്ങിന് ഒക്കെ ഇത് നിർണായകമാണ് എന്നർത്ഥം. മറ്റൊരു ചോദ്യം, വാട്ട് ആർ എക്സിക്യൂട്ടീവ് ഫിനാൻസ് ഫംഗ്ഷൻസ്? എക്സിക്യൂട്ടീവ് ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജീരിയൽ ഫിനാൻസ് ഫംഗ്ഷൻ എന്നും അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്. ഫിനാൻസ് ഫംഗ്ഷനെ നമ്മൾ 2 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് മാനേജീരിയൽ ഓർ എക്സിക്യൂട്ടീവ് ഫിനാൻസ് ഫംഗ്ഷൻ, 2 റൂട്ടീൻ ഫിനാൻസ് ഫംഗ്ഷൻ, നിത്യേന ദൈനംദിന ഭാഗമായിട്ട് ചെയ്യുന്ന ഫിനാൻസ് ഫംഗ്ഷൻ. അതിൽ എക്സിക്യൂട്ടീവ് ഫിനാൻസ് ഫംഗ്ഷനിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിംഗ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് വളരെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരാണ്, മാനേജർമാരാണ് ഇത്തരം കാര്യങ്ങൾ എക്സിക്യൂട്ടീവ് ഫിനാൻസ് ഫംഗ്ഷൻ ചെയ്യുന്നതെങ്കിൽ റൂട്ടീൻ ഫിനാൻസ് ഫംഗ്ഷൻ ചെയ്യുന്നത് ക്ലറിക്കൽ പോസ്റ്റിലുള്ള ആൾക്കാരാണ്. ഈ എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെ സൂപ്പർവിഷനോടുകൂടി ക്ലറിക്കൽ പോസ്റ്റിലുള്ള ആൾക്കാർ ഇത് ചെയ്തോളും. നിത്യേന ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ, ഇതിന് വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ വലിയ അറിവോ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല റൂട്ടീൻ ഫിനാൻസ് ഫംഗ്ഷൻ ചെയ്യാൻ. പക്ഷേ എക്സിക്യൂട്ടീവ് ഫിനാൻസ് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് അതത് മേഖലകളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ തന്നെ വേണമെന്നർത്ഥം. സോ എക്സിക്യൂട്ടീവ് ഫിനാൻസ് ഫംഗ്ഷൻ ഇൻവോൾവ്സ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ് മെയ്ഡ് ബൈ ടോപ്പ് മാനേജ്മെന്റ്. ടോപ്പ് മാനേജ്മെന്റ് ചെയ്യുന്ന സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ഫിനാൻഷ്യൽ ഡിസിഷനാണ് എക്സിക്യൂട്ടീവ് ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദീസ് ഇൻക്ലൂഡ് ഫിനാൻഷ്യൽ പ്ലാനിംഗ്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, റിസ്ക് മാനേജ്മെന്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാനുണ്ട്. എക്സിക്യൂട്ടീവ് ഫിനാൻസ് ഫംഗ്ഷൻ എയിം ചെയ്യുന്നത് എന്താണ്? എയിംസ് ടു മാക്സിമൈസ് ഷെയർ ഹോൾഡർ വാല്യൂ. ഷെയർ ഹോൾഡറുടെ വാല്യൂ പരമാവധിയാക്കുക എന്നത് തന്നെയാണ് അത് ലക്ഷ്യമിടുന്നത്. ദേ ഇൻവോൾവ് ഓവർസീയിങ് ഓവറോൾ ഫിനാൻഷ്യൽ ഹെൽത്ത് ആൻഡ് സ്ട്രാറ്റജി. കമ്പനിയുടെ ഓവറോൾ ഫിനാൻഷ്യൽ ഹെൽത്തും സ്ട്രാറ്റജിയുമാണ് അവരെപ്പോഴും ലക്ഷ്യമിടുന്നതെന്നർത്ഥം. സിൻസ് ദീസ് ഫംഗ്ഷൻസ് ഇൻവോൾവ് ഗ്രേറ്റർ മാനേജറിയൽ സ്കിൽ, എക്സിക്യൂട്ടീവ് മാനേജറിയൽ ഫംഗ്ഷൻസിന് കൂടുതൽ മാനേജറിയൽ സ്കില്ല് ആവശ്യമുള്ളത് കൊണ്ട് ദീസ് ആർ ഓൾസോ നോൺ ആസ് മാനേജറിയൽ ഫംഗ്ഷൻസ്. അതുകൊണ്ട് എക്സിക്യൂട്ടീവ് ഫിനാൻസ് ഫംഗ്ഷനെ പറയുന്ന മറ്റൊരു പേരെന്താണ്? മാനേജറിയൽ ഫംഗ്ഷൻസ് എന്നും പറയും. ഇനി വാട്ട് ആർ റൂട്ടീൻ ഫിനാൻസ് ഫംഗ്ഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഫിനാൻസ് ഫംഗ്ഷൻ നമുക്ക് എക്സിക്യൂട്ടീവ് എന്നും അല്ലെങ്കിൽ മാനേജറിയൽ ഫംഗ്ഷൻ എന്നും റൂട്ടീൻ ഫിനാൻസ് ഫംഗ്ഷൻ എന്നും തിരിക്കാൻ സാധിക്കും. അതിൽ രണ്ടാമത് പറഞ്ഞ നിത്യേന ദൈനംദിനം ക്ലറിക്കൽ തസ്തികയിലുള്ള ആളുകൾക്ക് തന്നെ ചെയ്യാവുന്ന, എക്സിക്യൂട്ടീവ് സ്റ്റാഫിന്റെ സൂപ്പർവിഷനോടുകൂടി ചെയ്യാവുന്ന കാര്യമാണ്. റൂട്ടീൻ ഫിനാൻസ് ഫംഗ്ഷൻസ് ഇൻവോൾവ് ഡേ ടു ഡേ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആക്ടിവിറ്റീസ്. ദീസ് ആർ ക്ലറിക്കൽ ഫംഗ്ഷൻസ് വിച്ച് ഹെൽപ് ടു perform the executive functions of the financial management. These functions can be delegated to clerical staff. ഈ functions clerical സ്റ്റാഫിനായിട്ട് കൈമാറി കൊടുക്കാവുന്നതാണ് with the supervision of the executive staff. എക്സിക്യൂട്ടീവ് സ്റ്റാഫിന്റെ സൂപ്പർവിഷനോട് കൂടിയിട്ടാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത്. These include cash management, accounts payable, receivable management and financial reporting. Routine finance functions ensure smooth financial operations. Routine finance functions എന്ത് ഉറപ്പുകൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സുഗമമായ ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് ആണ് ഉറപ്പുവരുത്തുന്നത്. ദേ ആർ എസെൻഷ്യൽ ഫോർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് എഫിഷ്യൻസി. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കും എഫിഷ്യൻസിക്കും ഇത് വളരെ അത്യന്താപേക്ഷിതമാണ്. വാട്ട് ഈസ് ഡബിളിംഗ് പീരീഡ്? എന്താണ് ഇരട്ടിപ്പ് കാലഘട്ടം? ഡബിളിംഗ് പീരീഡ്. ദ ഡബിളിംഗ് പീരീഡ് ഈസ് ദ ടൈം ടേക്കൺ ഫോർ ആൻ ഇൻവെസ്റ്റ്മെന്റ് ടു ഡബിൾ ഇൻ ഇറ്റ്സ് വാല്യൂ. ഒരു ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ മൂല്യത്തിൽ ഇരട്ടിയായി വരെ വർദ്ധിക്കുന്നതിന് എടുക്കുന്ന കാലയളവിനെയാണ് ഡബിളിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് യൂസിംഗ് ദ റൂൾ ഓഫ് 72. റൂൾ ഓഫ് 72 എന്ന റൂൾ ഉപയോഗിച്ച് ഡബിളിംഗ് പീരീഡിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനോ എസ്റ്റിമേറ്റ് ചെയ്യാനോ സാധിക്കും. എന്താണ് റൂൾ ഓഫ് 72? ദ റൂൾ ഓഫ് 72 ഈസ് എ ഷോർട്ട് ഹാൻഡ് മെത്തേഡ് ടു എസ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് ഇയേഴ്സ് റിക്വയർഡ് ഫോർ ആൻ ഇൻവെസ്റ്റ്മെന്റ് ടു ഡബിൾ ഇൻ വാല്യൂ. ഒരു ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ ഡബിൾ വാല്യൂവിലേക്ക് ഉയരാനായിട്ട് എടുക്കുന്ന കാലയളവാണ്. റൂൾ ഓഫ് 72ന്റെ ഫോർമുല ഇതാണ്: ടൈം ഈക്വൽ ടു 72 ബൈ ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് 1% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ തീർച്ചയായിട്ടും അത് 72 വർഷം കൊണ്ടാണ് അത് ഡബിൾ ആവുക. 2% ആണെങ്കിൽ 36 വർഷം, 72ന്റെ പകുതിയാവും അല്ലേ? 36 വർഷം. 3% ആണെങ്കിൽ 72നെ 3 കൊണ്ട് ഹരിക്കുന്നത് 24 വർഷം കൊണ്ട് ഡബിൾ ആകും ആ ഇൻവെസ്റ്റ്മെന്റ്. 4% ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ 18 വർഷം കൊണ്ടാണ്. അങ്ങനെ വന്ന് നോക്കുമ്പോൾ 10% ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ 7 വർഷം കൊണ്ട് അത് ഡബിൾ ആകും എന്ന് വരുന്നു. സോ ഡിവൈഡിങ് 72 ബൈ ദ ഇൻട്രസ്റ്റ് റേറ്റ്, അതാണ് ചുരുക്കി പറയുന്നത്. ദ ഡബിളിംഗ് പീരീഡ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഇൻവെസ്റ്റ്മെന്റ് ഗ്രോത്ത്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഗ്രോത്ത് എത്രമാത്രം ഫാസ്റ്റർ ആണ് എന്ന് അറിയുന്നതിന് ഡബിളിംഗ് പീരീഡ് നമ്മളെ സഹായിക്കുന്നു. ഇറ്റ് ഈസ് എ യൂസ്ഫുൾ ടൂൾ ഫോർ ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിന് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു ടൂളാണ് ഇത്. അടുത്തത്, വാട്ട് ഈസ് നോൺ ആസ് ഫിനാൻസ് ഫംഗ്ഷൻ? ഫിനാൻസ് ഫംഗ്ഷൻ എന്താണ്? ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയേണ്ടി വരും. മാനേജറിയൽ ഫിനാൻസ് ഫംഗ്ഷനുമുണ്ട്, റൂട്ടീൻ ഫിനാൻസ് ഫംഗ്ഷനുമുണ്ട്. മാനേജറിയൽ ഫിനാൻസ് ഫംഗ്ഷൻ നമ്മുടെ കീഴിൽ വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ എന്നിങ്ങനെ 4 സബ് കാറ്റഗറി ഉണ്ട്.
മാനേജീരിയൽ ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫോക്കസ് എപ്പോഴും പ്ലാനിങ്, എക്സിക്യൂട്ടിംഗ് ആൻഡ് കൺട്രോളിങ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ആണ്. കാരണം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാനിങ്ങും എക്സിക്യൂഷനും നടപ്പിലാക്കലും നിയന്ത്രണവും ഒക്കെ ആണല്ലോ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഡിസിഷൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ മാനേജീരിയൽ ഫിനാൻസ് ഫംഗ്ഷൻ എടുക്കേണ്ട ഡിസിഷൻസ് ഇൻക്ലൂഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്, അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ഫിനാൻസിങ് ഡിസിഷൻസ്, അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഡിവിഡൻഡ് ഡിസിഷൻ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് വീതം വെച്ച് കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനമാണ്. ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ. ഇത്രയും കാര്യങ്ങളാണ് മാനേജീരിയൽ ഫിനാൻസ് ഫംഗ്ഷനിൽ വരുന്നതെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾസ് പറയാം. ഡിറ്റർമൈനിങ് ദ ഓപ്റ്റിമൽ മിക്സ് ഓഫ് എക്വിറ്റി ആൻഡ് ഡെറ്റ് ഫോർ ഫണ്ടിങ്, അതായത് അത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എക്സാമ്പിളാണ്. നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിന് എത്ര ശതമാനം ഉടമസ്ഥതാ മൂലധനം അഥവാ ഇക്വിറ്റി ഷെയർ വേണം, എത്രമാത്രം ഡെറ്റ് ക്യാപിറ്റൽ വേണം കളക്ട് ചെയ്യണം, ബാങ്ക് ലോൺ അല്ലെങ്കിൽ ഡിബഞ്ചർ അങ്ങനെയുള്ള ഡെറ്റ് ലോണുകൾ വേണം എന്നിവയൊക്കെ തീരുമാനിക്കുക. അതിന് ഏറ്റവും അനുകൂലമായ, ഏറ്റവും പ്രയോജനകരമായ ഒരു പ്രൊപ്പോർഷൻ അതിൻ്റെ ഉള്ളിൽ കണ്ടെത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവാലുവേറ്റിംഗ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്ട്സ് ബേസ്ഡ് ഓൺ പ്രോഫിറ്റബിലിറ്റി ആൻഡ് റിസ്ക്. പ്രോഫിറ്റബിലിറ്റിയും റിസ്ക്കും വെച്ചിട്ട് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റുകൾ ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ ഡിസൈഡിങ് ഓൺ ദ പോർഷൻ ഓഫ് ഏർണിംഗ്സ് ടു ഡിസ്ട്രിബ്യൂട്ട് ആസ് ഡിവിഡൻസ് വേഴ്സസ് റിട്ടേണിംഗ് ഓഫ് ഇൻട്രസ്റ്റ് റീഇൻവെസ്റ്റ്മെന്റ്. അതായത് നമുക്ക് ഡിവിഡൻഡ് കിട്ടുന്നത്, ലാഭം പങ്കുവെച്ച് കൊടുക്കുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് വെച്ച് അവരെ പരമാവധി കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കണമോ, അതല്ലെങ്കിൽ കുറച്ചൊക്കെ കമ്പനിയുടെ ഫ്യൂച്ചർ ഗ്രോത്തിന് വേണ്ടിയിട്ട് പണം നീക്കി വയ്ക്കണമോ, റിട്ടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ റീഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പ്ലോയിങ് ബാക്ക് പ്രോഫിറ്റ് എന്ന കാര്യത്തിന് വേണ്ടിയിട്ട് നീക്കി വയ്ക്കണമോ എന്നുള്ള ഇതൊക്കെ മാനേജീരിയൽ ഫിനാൻസ് ഫംഗ്ഷനകത്ത് വരുന്ന തീരുമാനങ്ങൾ എടുക്കൽ. എന്നാൽ റൂട്ടീൻ ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോക്കസ് അവിടെയല്ല. പ്രൈമറിലി ഇൻവോൾവ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്. ദൈനംദിന നിത്യജീവിത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് റൂട്ടീൻ ഫിനാൻസ് ഫംഗ്ഷൻ വരിക. അത് എന്തിനാണ് ഇത് സഹായകരമാവുന്നത്, സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ഫംഗ്ഷൻസ് ആർ പെർഫോംഡ് ടു എനേബിൾ ദി ഇഫക്റ്റീവ് എക്സിക്യൂഷൻ ഓഫ് മാനേജീരിയൽ ഫിനാൻസ് ഫംഗ്ഷൻസ്. എക്സാമ്പിൾ, സൂപ്പർവൈസിംഗ് ക്യാഷ് റിസിപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ്, safeguarding cash balances and important financial documents, record keeping and reporting financial performance. The financial function in an organization involves managing financial resources and making financial decisions. It includes financial planning, investment, funding, and risk management. The finance function aims to achieve financial goals and maximize value. It is critical for business success. ബിസിനസിന്റെ വിജയത്തിന് ഇത് നിർണായകമാണ്. വാട്ട് ഈസ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ? എന്താണ് ലാഭം പരമാവധിയാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇസ് എ ബിസിനസ് ഗോൾ ഓഫ് അച്ചീവിംഗ് ദ ഹയസ്റ്റ് പോസിബിൾ പ്രോഫിറ്റ്. കമ്പനിക്ക് പരമാവധി നേടാവുന്നതിൽ വെച്ച് മികച്ച ലാഭം നേടിയെടുക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ബിസിനസിന്റെ ലക്ഷ്യം തന്നെയാണ്. ഇറ്റ് ഇൻവോൾവ്സ് മേക്കിംഗ് ഡിസിഷൻസ് ടു ഇൻക്രീസ് റവന്യൂ ആൻഡ് മിനിമൈസ് കോസ്റ്റ്. എപ്പോഴും ലാഭം പരമാവധിയാക്കാനുള്ള വഴി എന്താണ്? രണ്ട് വഴികളാണ്. ഒന്നല്ലെങ്കിൽ വരുമാനം പരമാവധിയാക്കുക, രണ്ട് ചെലവ് ചുരുക്കുക. ഇത് രണ്ടും ഒരുമിച്ച് അപ്ലൈ ചെയ്താലും മതി, പ്രോഫിറ്റ് പരമാവധിയാവും. സോ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഈസ് എ കീ ഒബ്ജക്റ്റീവ് ഫോർ മെനി ബിസിനസ്. പല ബിസിനസ്സുകൾക്കും മുഖ്യ ലക്ഷ്യമായിട്ട് അവരെ മുന്നിൽ വയ്ക്കുന്നത് എപ്പോഴും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. ഇറ്റ് ഇൻഫ്ലുവൻസസ് ബിസിനസ് സ്ട്രാറ്റജീസ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ വയ്ക്കുന്ന കമ്പനികളുടെ സ്ട്രാറ്റജി, ബിസിനസ് സ്ട്രാറ്റജി വേറെ. ബിസിനസ് സ്ട്രാറ്റജികളെയും ഓപ്പറേഷൻസിനെയും ഒക്കെ ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന ഗോള് തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നു. അടുത്ത ചോദ്യം, വിച്ച് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് ഫിനാൻസ്? ഫിനാൻസ് പല തരത്തിലുണ്ടല്ലോ. പേഴ്സണൽ ഫിനാൻസ്, കോർപ്പറേറ്റ് ഫിനാൻസ്, പബ്ലിക് ഫിനാൻസ് എന്നിങ്ങനെയുള്ള പല രീതിയിൽ ഫിനാൻസ് നമുക്ക് പറയാൻ സാധിക്കും. ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നു.